ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള വെണ്ടയ്ക്ക കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തൈര് ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റോടെ തന്നെ നമുക്കിത് ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, സാമ്പാറിനൊക്കെ കട്ട് ചെയ്യില്ല അതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പൊന്നും ചേർക്കണില്ല ഇപ്പം, അല്ലാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 പച്ചമുളക്, ഒരു 2 ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ചതക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു ബൗളിൽ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂണ് വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂണിലധികം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇതൊന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു വെണ്ടയ്ക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണുകൾ എടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റെങ്കിലും നമ്മൾ ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കറിക്ക്. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു രുചിയും മണമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീണ്ടും വീണ്ടും നിങ്ങൾ കൊതിയോടെ കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.